എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് കടക്കാം. ASMൻ്റെ ചോദ്യ പേപ്പറാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വന്നു, എന്താണ് അതിൻ്റെ ഉത്തരം എന്ന് നമുക്കിപ്പോൾ തന്നെ പഠിച്ചങ്ങ് പോവാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വച്ചാണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പം INC-യുമായി ബന്ധപ്പെട്ട ചോദ്യമാണല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സെഷനിൽ വച്ചിട്ടെന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം എവിടെ നിന്നാണ് മെയിനായിട്ട് ചോദിച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. 10ാം തരത്തിലെ 6ാമത്തെ ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്നൊരു ചാപ്റ്റർ. അതിൻ്റെ അകത്ത് ഒരു ഹെഡിങ് ഉണ്ട്, പൂർണ്ണ സ്വരാജും സിവിൽ നിയമലംഘനവും. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? SCERT ടെസ്റ്റുമായിട്ടൊരു പരിചയം വേണം കേട്ടോ, എന്നാലേ നമുക്ക് നല്ല ഒരു റാങ്കിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പാരഗ്രാഫ് വായിക്കാം, നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ ആദ്യം ഗസ് ചെയ്യുക, എന്നിട്ട് ഞാൻ ഉത്തരം പറയാം. ഓക്കെ, നമുക്ക് ഈ ഒരു ശൈലിയിൽ പോവാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു 1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം. ഇപ്പം തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ട് അല്ലേ? ലാഹോറിൽ വെച്ച് നടന്ന 1929 ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ സെഷൻ. അപ്പം ഞാൻ ഈ പൂർണ്ണ സ്വരാജിനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്, അപ്പം അത് ഞാൻ വായിച്ചില്ല, അത് ഞാൻ വായിക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമ്മേളനത്തിലാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സെഷനിലാണ്? ലാഹോർ സെഷനിലാണ്. ആ ലാഹോർ സെഷൻ നടന്നത് എപ്പോഴാണ്? 1929 ആ 1929 നടന്ന ലാഹോർ സെഷൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? അപ്പോൾ ഈ ചോദ്യം എവിടെ നിന്നാണ്? ഈ ചോദ്യം എന്ന് പറയുന്നത് +2 ഹിസ്റ്ററിയാണ്. +2 ഹിസ്റ്ററിയിലെ ആധുനിക പൂർവ്വ കേരളം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പാരഗ്രാഫ് ഉണ്ട്, ഞാൻ വായിക്കാം, നിങ്ങൾ ഉത്തരം ഗസ് ചെയ്യാം. അവരുടെ സേവനകാലം അത്രയും ഇരയിളി എന്ന പേരിൽ നികുതി ഇളവ് നൽകിയിരുന്നു. വിരമിക്കുമ്പോൾ ഇരയിളി അടുത്തൂൺ എന്ന പെൻഷനും നൽകിയിരുന്നു. തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി മാർത്താണ്ഡവർമ്മയ്ക്ക് ഡച്ച് പട്ടാളക്കാരനായ ദിലനോയുടെ സഹായവും ലഭിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് വായിച്ചപ്പോൾ ഏതാ ഉത്തരം എന്ന് മനസ്സിലായോ? ഏതാണ്? ഇരയിളി. ഇരയിളി കിട്ടിയല്ലോ. ഇതാണ് ചോദ്യം. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ്. ഓപ്ഷൻ ബി. അടുത്ത 3ാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ്? ഇത് എവിടെ നിന്നാണ്? ഇതും SCERT ആണ്, ക്ലാസ് 10 ആണ്, ചാപ്റ്റർ 2 കേരളം ആധുനികതയിലേക്ക്. ഓക്കെ, പ്രത്യക്ഷ ഭരണം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഭരണമാണ് പറയുന്നത്, നേരിട്ടുള്ള ഭരണം. അപ്പോൾ ഞാൻ പാരഗ്രാഫ് വായിക്കാം, നിങ്ങൾ ഉത്തരം ഗസ് ചെയ്യാം. ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപം കൈവന്നിരുന്നില്ല. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡന്റ്മാരിലൂടെ പരോക്ഷമായ ഭരണമാണ് അവർ നടത്തിയിരുന്നത്. അപ്പോൾ പരോക്ഷമായ ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഭരണം. അത് നടത്തിയിരുന്നത് എവിടെയൊക്കെയാണ്? കൊച്ചിയിലും തിരുവിതാംകൂറിലും. അങ്ങനെയാണെങ്കിൽ നേരിട്ടുള്ള ഭരണം നടത്തിയിരുന്നത് എവിടെയായിരിക്കും? മലബാറിൽ. അത് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? അത് നോട്ട് ചെയ്ത് പഠിക്കാം. ഇനി അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? 1.25 കോടി മലയാളികൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 തന്നെ അതുണ്ട്. അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാരഗ്രാഫിൻ്റെ ഹെഡിങ് എന്താണെന്ന് ചോദിച്ചാൽ ഐക്യ കേരളത്തിലേക്ക് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പാരഗ്രാഫ് ഞാൻ വായിക്കാം. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത് എന്താണ്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം. അപ്പോൾ ഇങ്ങനെയും ചോദ്യം ചോദിക്കാം, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് തൻ്റെ ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്?
അത് ഏതാണ്? 1.25 കോടി മലയാളികൾ. അപ്പം അത് കിട്ടിയല്ലോ, അത് ക്ലിയർ ആയല്ലോ. ഓക്കെ, അടുത്തത് 5th ക്വസ്റ്റ്യൻ. ശുദ്ധി പ്രസ്ഥാനം ഏതു പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ശുദ്ധി പ്രസ്ഥാനം ഇപ്പം തന്നെ പഠിച്ചു പോവാം, ഇനി ഇത് മറക്കരുത്. ഓക്കെ, ശുദ്ധി പ്രസ്ഥാനം ആര്യസമാജം. ഏത് പരിഷ്കരണ പ്രസ്ഥാനമാണ്? ആര്യസമാജം. ഇത് ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? ദയാനന്ദ സരസ്വതി. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് 2025 ജൂണിൽ അഴീക്കൽ തീരത്തിന് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്? അപ്പം ഇവിടെ ഒരു കപ്പൽ കത്തിയിട്ടുണ്ടല്ലേ, കത്തി അമർന്ന കപ്പൽ. ആ കപ്പലിൻ്റെ പേരെന്താണെന്നറിയോ? എന്താണ് ആ കപ്പലിൻ്റെ പേര്? IV വാൻഹായ് 503. എന്താണ്? IV വാൻഹായ് 503. ഇതാണ് കപ്പലിൻ്റെ പേര്. ഈ കപ്പൽ കത്തി അമർന്നിട്ടുണ്ട്. അഴീക്കൽ തീരത്തിന് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചിട്ടാണ് കത്തിയത്. ഇതെവിടെ നിന്നാണ് തിരിച്ചത് ഈ കപ്പൽ? ഈ കപ്പൽ ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്ത് നിന്നാണ് തിരിച്ചത്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങോട്ടേക്ക് പോവാനായിരുന്നു ഇരുന്നത്? എങ്ങോട്ടെത്താനായിരുന്നു? അതിൻ്റെ ഫൈനൽ പോയിന്റ് എവിടെയായിരുന്നു? മുംബൈയിലാണ് ഫൈനൽ പോയിന്റ്. മുംബൈയിലെ ഏത് തുറമുഖത്താണ് ഫൈനൽ പോയിന്റ്? ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? നവശേവ തുറമുഖം. മനസ്സിലായല്ലോ? അപ്പോൾ 2025 ജൂൺ 9 അറബിക്കടലിൽ വെച്ച് തീപിടിച്ച കപ്പൽ IV വാൻഹായ് 503 ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്ത് നിന്ന് മുംബൈയിലെ നവശേവയിലേക്ക് പോയതായിരുന്നു കപ്പൽ. കിട്ടിയല്ലോ. അടുത്തത് 7ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. അതുപോലെ സെയിം സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷേ അതിൻ്റെ ഉത്തരങ്ങൾ താപചാലനം, സംവഹനം, ഇതിലേതാണെന്നാണ് ചോദിക്കുന്നത്. അഭിവഹനമാണോ, താപചാലനമാണോ, സംവഹനമാണോ? തിരശ്ചീന തലത്തിലുള്ള താപം വ്യാപിക്കുന്ന ആ ഒരു രീതി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് സംവഹനം? ഇതൊരു പ്രതലമാണെങ്കിൽ വായു വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിനെയാണ് സംവഹനം എന്ന് പറയുന്നത്. എന്താണ്? ചൂടായിട്ടുള്ള വായു വികസിച്ച് ഉയരുന്നു, അതാണ് സംവഹനം. താപചാലനം എന്താണ്? താപചാലനം എന്തെന്ന് ചോദിച്ചാൽ ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്നു. അപ്പം ഭൗമോപരിതലത്തിന് തൊട്ട് അടുത്തിരിക്കുന്ന ഇമ്മീഡിയറ്റ് അറ്റ്മോസ്ഫിയർ, ചൂടായ അറ്റ്മോസ്ഫിയറിലേക്ക് താപം കയറിപ്പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? താപചാലനം എന്ന് പറയുന്നത്. ചൂടുപിടിച്ച ഭൗമ ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്നു, സ്പ്രെഡ് ആവുന്നു. ഇതാണെന്ത്? താപചാലനം. ഇതാണ് സംവഹനം. അങ്ങനെയാണെങ്കിൽ അഭിവഹനം എന്താണെന്ന് ചോദിച്ചാൽ കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു. അപ്പോൾ ഇപ്പൊ തന്നെ ഉത്തരം ഏതാന്ന് മനസ്സിലായല്ലേ? ഓപ്ഷൻ A 1 ശരി. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഏതായിരിക്കും? ഉൾപ്പെടാത്ത രാജ്യമെന്ന് പറയുമ്പോൾ നേപ്പാൾ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ ഇല്ല. അപ്പോൾ ഉത്തരം 3 മാത്രം ശരി. ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തു പറയും? ആരൊക്കെയാണ്? ഇന്ത്യയുണ്ട്, പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, നേപ്പാളുണ്ട്, ഭൂട്ടാനുണ്ട്, ശ്രീലങ്കയുണ്ട്, മാൽദീവ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇത്രയും ആൾക്കാരാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഉള്ളത്. അത് ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ അഫ്ഗാനിസ്ഥാൻ വരത്തില്ല. അത് കറക്റ്റ് കിട്ടിയല്ലോ. അതിനുശേഷം ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രേഖാംശം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്റിറ്റ്യൂഡാണ് രേഖാംശം. അതായത് ഇതാണ് ഭൂമിയെങ്കിൽ ഇതായിരിക്കും ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ.
ഈ ഇക്വേറ്ററിന് സമാന്തരമായി നീങ്ങുന്ന ലൈൻ അല്ലെങ്കിൽ പാരലായിട്ട് നീങ്ങുന്ന ലൈൻസിനെ വിളിക്കുന്ന പേരാണ് രേഖാംശം അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള ലാറ്റിറ്റ്യൂഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? ഞാനൊരു കോൺസെപ്റ്റ് പറയാം, അതിൽ നിന്ന് നിങ്ങൾ ഗസ് ചെയ്യാം. പൂർവ്വരേഖാംശം, ഇന്ത്യയുടെ പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റിനും ഇടയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് രണ്ടിനും ഇടയിലാണ് പൂർവ്വരേഖാംശം വരുന്നത് ഇന്ത്യയുടെ. അങ്ങനെയാണെങ്കിൽ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം എന്തായിരിക്കും? 97 ഡിഗ്രി 25 കിഴക്കായിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കേ അറ്റത്തുള്ള രേഖാംശം. അരുണാചൽ പ്രദേശ് അവിടെയൊക്കെ വരും. ഓക്കെ ആണല്ലോ. അടുത്തത്, പഞ്ചാബ് ഹരിയാന സമതലത്തിൽ പ്രധാനമായും പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി എന്ന് പറയുന്നത് സിന്ധുവാണ്. സിന്ധുവിൻ്റെ ട്രൈബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? ഏതൊക്കെയാണ്? സത്ലജ്, ഝലം, ചിനാബ്, രവി, ബിയാസ്. ഈ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ട ഒരു സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. ഓക്കെ അല്ലേ? ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ടെക്സ്റ്റ് ബുക്ക് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. SCRT വിശാല സമതല ഭൂവിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിലുണ്ട്. അപ്പോൾ സിന്ധു അല്ലെങ്കിൽ ഇൻഡസ് എന്നൊക്കെ പറയും, ഇൻഡസ് റിവർ. അപ്പോൾ ഈ റിവറിൻ്റെ ട്രിബ്യൂട്ടറീസ് ആയ സത്ലജ്, ഝലം, ചെനാബ്, രവി, ബിയാസ് ഇവർ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് രൂപം കൊള്ളുന്നതാണ് പഞ്ചാബ് ഹരിയാന സമതലം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? സിന്ധു ആണ്. ഇതൊക്കെ കോഡ് വെച്ചിട്ട് പഠിച്ചാലും മതി. ഇത് പഞ്ചാബിൽ നമുക്ക് ഒരു സിന്ധു റിലേറ്റീവ് ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കോഡ് വെച്ചൊക്കെ പഠിക്കുമ്പോൾ പെട്ടെന്ന് മറക്കില്ല. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ ഫോർമേഷന് മെയിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റിവർ ഏതാണെന്ന് ചോദിച്ചാൽ സിന്ധു ആണ്. ഓക്കെ അല്ലേ? അതിനുശേഷം 11th ക്വസ്റ്റ്യൻ, പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണ്? 2 ഡാമാണ് പ്രധാനമായിട്ടും അടച്ചത്. ഓക്കെ, അതിൽ ഒരു ഡാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബഗ്ലിഹാർ ഡാം. അതിനു മുമ്പ് ചിനാബ് നദി, തൊട്ട് മുമ്പ് ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ, സിന്ധുവിൻ്റെ ട്രിബ്യൂട്ടറീസ് ആണ്, പോഷക നദികളിൽ വരുന്നതാണ് ചിനാബ് നദി. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഏറ്റവും വലിയ പോഷക നദി ചിനാബ് നദിയാണ്. ഏറ്റവും വലിയതാണ്. ഓക്കെ, സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി. ഇനി ബഗ്ലിഹാർ സലാൽ ഡാമാണ് പ്രധാനമായിട്ടും അടച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ബഗ്ലിഹാർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 4 ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഓപ്ഷൻ 4 ഉത്തരവായിട്ട് വരുന്നത്. അടുത്തത് 12ാമത്തെ ചോദ്യം, കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത്? കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ ഡി, ജീവനം. ജീവനം എന്ന് പറയുമ്പം ഒരു സ്വയം തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ്. അതായത് ഈ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്ന, സാമ്പത്തികമായി വളരെ പ്രയാസം നേരിടുന്ന ആൾക്കാരുണ്ടല്ലോ, ചിലപ്പോൾ അവർ മരണപ്പെട്ടു പോയേക്കാം. അപ്പം അവർക്ക് അവരുടെ കൂടെ താമസിക്കുന്ന മറ്റു ആശ്രിതരെയും പിന്നെ ഗുരുതരമായി പരിക്ക് പറ്റിയവരെയും ഒക്കെ സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന ആൾക്കാരെ പറ്റിയാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് സ്വയം തൊഴിൽ ധനസഹായം, സ്വയം തൊഴിൽ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ്, ധനസഹായമാണ് കൊടുക്കുന്നത്. ഒരു 20,000 രൂപയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം അതാണ് ജീവനം എന്ന് പറയുന്ന പദ്ധതി. അതിനുശേഷം നഷ്ടപരമായ നശീകരണം, ഇത് ടെക്സ്റ്റിലുള്ളൊരു ക്വസ്റ്റ്യനാണ്, ടെക്സ്റ്റിൽ നിന്നും എടുത്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് വരുന്നത് സൃഷ്ടിപരമായ നശീകരണം. സൃഷ്ടിപരമായ നശീകരണം. ഈ ആശയം ആവിഷ്കരിച്ചത് ആരാണ്? കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? അപ്പോൾ അത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന് പറഞ്ഞ ഒരു പാഠഭാഗത്ത് നിന്നും വന്നിട്ടുള്ളതാണ്. ചെക്ക് റിപ്പബ്ലിക് വംശജനായ J.A. ഷുംപീറ്റർ ആവിഷ്കരിച്ച ആശയമാണ് സൃഷ്ടിപരമായ നശീകരണം, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ.
ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ അല്ലെങ്കിൽ ഇന്നോവേഷൻ എന്ന് പറയും പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു. എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നു. അതാണ് ഇതിൽ പറയുന്നത്. അതാണ് സൃഷ്ടിപരമായ നശീകരണം. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോൾ നശിക്കുമ്പോൾ എല്ലാം കൂടെ ഷുമ്മൻ അങ്ങ് പോവില്ലേ? ഷുമ്മെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ സൃഷ്ടിപരമായ നശീകരണം J.A. ഷുംപീറ്റർ. ഓക്കെ അല്ലേ? J.A. ഷുംപീറ്റർ. അടുത്തത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഇത് എക്കണോമിക്സ് ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിട്ടുള്ള ഏത് ചോദ്യത്തിലാണ്? അപ്പോൾ ഇതിൻ്റെ അകത്ത് ചോദ്യത്തിലാണ് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതായത് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്. ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അത് 3 എണ്ണമാണ് ഈ ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. SCERT 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് കോൺസെപ്റ്റ് അതിൻ്റെ ഭാഗം വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് 3 പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എങ്ങനെയുണ്ടല്ലേ? കൊള്ളാമല്ലോ. 3 എക്കണോമിക് പ്രോബ്ലംസ് ആണ് പറയുന്നത്. ഈ പ്രോബ്ലംസിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത് ഏത് ചോദ്യത്തിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഇതിൻ്റെ അകത്ത് എടുത്തു ചോദിച്ചിരിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? അത് ഏതിലാണെന്ന് ചോദിച്ചാൽ ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, അതിലാണ് വരുന്നത് കേട്ടോ. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഓക്കെ അല്ലേ? സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹിക സുരക്ഷാ കോഡ് 2020 അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇത് എവിടെ നിന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ടെക്സ്റ്റിലുണ്ട്. ഇപ്പോഴത്തേക്ക് പുതിയ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് സാമൂഹിക സുരക്ഷാ കോഡ് 2020. ഏത് ക്ലാസ്സിലാണ്? 9ാം ക്ലാസ്സിൽ SCERT-യിലുണ്ട്. അതൊക്കെ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ അതിലുണ്ട് ഇതിൽ. അപ്പോൾ അത് ഞാൻ പാരഗ്രാഫ് വായിക്കാം, നിങ്ങൾ തന്നെ പറയുക ഇതിൻ്റെ ഉത്തരം. സംഘടിത അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് 2020 രൂപീകരിച്ച നിയമം ആണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്നവർ 1, വീട്ടുജോലിക്കാർ 2, ദിവസവേതനക്കാർ 3, അതിഥി തൊഴിലാളികൾ 4, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ തുടങ്ങിയവയെല്ലാം ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നവരാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ദിവസവേതനക്കാർ കൊടുത്തിട്ടുണ്ട്, ഗിഗ് പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട്, അതിഥി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരാത്തത് ഉൾപ്പെടാത്തത് ഏതാണ്? സർക്കാർ ജീവനക്കാരാണ്. ഓക്കെ അല്ലേ? ഇനി എന്താണ് ഗിഗ് പ്ലാറ്റ്ഫോം? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളി എന്ന് വെച്ചാൽ എന്താണ്? അതെന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവർമാർ, ഓൺലൈനായിട്ട് ഭക്ഷ്യവിതരണ തൊഴിലാളികൾ, ഫ്രീലാൻസർമാർ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ, ഇവരൊക്കെയാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവ് കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ആരാണ്? ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. 9th സോഷ്യലിലുണ്ട്, സാമ്പത്തിക വളർച്ചയും വികാസവും. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ബ്രഡ്ലാൻഡ് കമ്മീഷനാണ്. ബ്രഡ്ലാൻഡ് കമ്മീഷൻ മറന്നു പോരുത്, പഠിച്ചു വെക്കുക. സുസ്ഥിര വികസനം കൊണ്ടുവന്നത് ബ്രഡ്ലാൻഡ് കമ്മീഷൻ. ഓക്കെ ആണല്ലോ. അടുത്തത് 17ാമത്തെ ചോദ്യം. ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പയും നൽകുന്നു. അങ്ങനെ ഈ 2 രീതിയിൽ കിട്ടിയ പണം മൂലധനമായി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഇത് ഏത് സമ്പ്രദായമാണ്? ഇതാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയും. ഇതിനെ മൈക്രോ ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബശ്രീ ഒക്കെ വരും. കുടുംബശ്രീ, പുരുഷ സ്വയം സഹായ സംഘങ്ങൾ, ഇതൊക്കെ മൈക്രോ ഫിനാൻസിൽ വരുന്നതാണ്. ഇത് 10ാം ക്ലാസ് ആണേ. 10ാം ക്ലാസ് SCERT ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളെന്ന് പറഞ്ഞ എക്കണോമിക്സ് ടോപ്പിക്കിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യങ്ങളൊന്ന് നോക്കി വയ്ക്കുക. ഞാനത് ജസ്റ്റ് ഒന്ന് വായിക്കാൻ, കേട്ടിരിക്കാം. വ്യക്തികളിൽ നിന്ന് പണം സമാഹരിച്ച് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു.
പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു. അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സമ്പാദ്യശീലം വളർത്തുന്നു. അതൊന്ന് നോക്കി വയ്ക്കുക. സമ്പാദ്യശീലം വളർത്തുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും ഇത് സഹായിക്കുന്നു. മൈക്രോ ഫിനാൻസ് മറന്നു പോകരുത് കേട്ടോ. അടുത്തത്, ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷന്റെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് ചോദിച്ചേക്കുന്നത്. വെറും ധനകാര്യ കമ്മീഷൻ എന്ന് പഠിച്ചിട്ടൊരു കാര്യമില്ല. നമ്മൾ 16 വിട്ടു പോകരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഓക്കെ അല്ലേ? ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഓക്കെ. അടുത്തത്, ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ ശരിക്കും ആരാ എഴുതിയതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ചോദ്യത്തിൽ തന്നെ വേറൊരു ചോദ്യം കിടപ്പുണ്ട്. കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. ഇനി ചോദിച്ചേക്കുന്നത്, ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആരാണ്? ആളൊരു കവിയാണ്, തെലുങ്ക് കവിയാണ്, നാടകകൃത്തുമാണ്. ആളുടെ പേര് ഗുരജാഡ അപ്പറാവു. ഗുരജാഡ അപ്പറാവു, അങ്ങനെയാണ്, ഗുരജാഡ അപ്പറാവു. ഓക്കെ അല്ലേ? അദ്ദേഹമാണ് ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന് പറഞ്ഞത്. ഈ ഒരു വാക്ക് പറഞ്ഞിട്ടാണ് കേന്ദ്ര ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത് 2025. അടുത്തത് 20. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്ന പേരെന്ത്? അടുത്തത് നമ്മുടെ ഇറാൻ ഇസ്രായേൽ യുദ്ധം. അപ്പം അതിൽ ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിനൊരു ഓപ്പറേഷൻ, ഒരു പേരുണ്ട്. എന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ അല്ല, അതാ തെറ്റിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ധു ആണ്. ഓപ്പറേഷൻ സിന്ധു. ഓക്കെ അല്ലേ? ഓപ്പറേഷൻ സിന്ധു. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധു. സിന്ധൂർ വരില്ല, സിന്ധു. ആരംഭിച്ചത് ജൂൺ 18 കേട്ടോ. ജൂൺ 18. അടുത്തത് 21. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19. വകുപ്പ് 19ൽ വരാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വകുപ്പ് 19 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, സ്വാതന്ത്ര്യത്തിനായുള്ള അവകാശമാണ് വരുന്നത്. റൈറ്റ് ടു ഫ്രീഡം ആണ് വകുപ്പ് 19ൽ വരുന്നത്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വകുപ്പ്. 6 9 തിരിച്ചിടുമ്പം 6 വരില്ലേ? അങ്ങനെയൊക്കെ ആലോചിച്ച് പഠിക്കുക പെട്ടെന്ന് കേട്ടോ. ഇത് ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ഈ കോഡ് വർക്ക് ആവണമെന്നില്ല. 1-2 വട്ടമൊക്കെ പഠിച്ചവർക്ക് ആണ് കൂടുതലും കൺഫ്യൂഷൻസ് വരുന്നത്. ആദ്യമായിട്ട് പഠിക്കുന്നവർക്കെല്ലാം ഫ്രഷ് മെമ്മറിയിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. 1-2 വട്ടം പഠിച്ചവർക്ക് പിന്നെയും കൺഫ്യൂഷൻ തോന്നുമ്പോൾ ജസ്റ്റ് ഉപയോഗിക്കാനുള്ളതാണ് ഇത്തരം കോഡുകളൊക്കെ. അപ്പോൾ 9 തിരിച്ചിടുക. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വകുപ്പാണ് വകുപ്പ് 19. അപ്പോൾ അതിൻ്റെ അത് എന്തൊക്കെയാണ് വരുന്നത്, ഈ 6 എണ്ണം ഏതൊക്കെയാണെന്ന് ഞാൻ വായിക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ ഓപ്ഷൻസ് ഗസ് ചെയ്യാം. അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കേട്ടോ, ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുവാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരാത്തത് ഏതാണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, ഇതിൽ വരില്ല. ഓക്കെ അല്ലേ? ബാക്കി എല്ലാ ഓപ്ഷൻസും ശരിയാണ്. അടുത്തത് സോഷ്യലിസം, മതേതരത്വം എന്നീ 2 പദങ്ങൾ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് എവിടെയാണ് ചേർത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എവിടെയാണ്? ആമുഖത്തിലാണോ, DPSPയിലാണോ, എന്താ പറയുക, മൗലിക കടമകളിലാണോ, അവകാശങ്ങളിലാണോ, ഏതിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏതിലാണെന്ന് ചോദിച്ചാൽ ആദ്യം ഈ 42ാം ഭരണഘടനാ ഭേദഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ പഠിക്കേണ്ട ഏറ്റവും 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ 42ാം ഭരണഘടനാ ഭേദഗതി നമ്മളൊരു പേരിട്ട് പറയും. ആ പേരിനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. 42ാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ ആണല്ലോ?
മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇനി ഈ 42 ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോഴുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ ആണല്ലോ, പ്രൈം മിനിസ്റ്റർ. ഇനി 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോഴുള്ള ഇന്ത്യൻ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഓക്കെ, പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും കിട്ടിയല്ലോ. ഇനി ഒന്നും കൂടെ നോക്കി വെക്കാം, ഒരൊറ്റ കാര്യം കൂടെ. 42ാം ഭരണഘടനാ ഭേദഗതിക്കായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓക്കെ, ശുപാർശ ചെയ്ത കമ്മിറ്റി, ശുപാർശ അല്ല കേട്ടോ, ശിപാർശ എന്ന് വേണം എഴുതാൻ. ഇതൊക്കെ LP UPക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെയൊക്കെ വാക്കുകളൊക്കെ ചോദിക്കും, എറേഴ്സ് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും, അപ്പോൾ അതൊക്കെ നോക്കണം കേട്ടോ. ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൻ സിംഗ് കമ്മിറ്റി. സ്വരൻ സിംഗ് കമ്മിറ്റിയാണ്. ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ ഇത് ചോദ്യം ആയില്ല, ഉത്തരം ആയിട്ടില്ല. ഇതിപ്പോൾ സോഷ്യലിസവും മതേതരത്വവും ഏതിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആമുഖത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ആമുഖത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒറ്റ തവണ ആമുഖ ഭേദഗതി ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഒറ്റ തവണ ആമുഖ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ആ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് വന്നത്? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. ഓക്കെ ആയല്ലോ? ഓക്കെ, അപ്പോൾ ആമുഖത്തിലാണ് സോഷ്യലിസവും മതേതരത്വവും ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത 23ാമത്തെ ചോദ്യം. നമുക്ക് 23ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി, ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതത്വവും വേഗത്തിലും വിവരങ്ങൾ എത്തിച്ചേരുന്നു, വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഈ ഗവർണൻസിനെ കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആരാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ APJ അബ്ദുൽ കലാം സാറാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഈ ഗവർണൻസ് അതൊക്കെ ഓർത്ത് വയ്ക്കണേ. ഈ ഗവർണൻസിനെ കുറിച്ച് APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു വരികൾ. ഈ വരികൾ എവിടുന്നാണ് കിട്ടിയത്? എവിടെയാണ് ഉള്ളത്? 10ാം ക്ലാസ്സിലെ പൊതുഭരണം എന്ന് പറഞ്ഞ ചാപ്റ്റർ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ അകത്തുണ്ട്. വിവിധ സർക്കാർ വകുപ്പുകളിൽ നൽകി വരുന്ന എല്ലാ സേവനങ്ങളും ഒരു പോർട്ടലിലൂടെ ലഭ്യമാകുന്ന പദ്ധതി ഏതാണ്? ഒന്നുകൂടെ പറയാം. വിവിധ സർക്കാർ വകുപ്പുകൾ നൽകി വരുന്ന എല്ലാ കംപ്ലീറ്റ് സേവനങ്ങളും ഒരു പോർട്ടലിലൂടെ ലഭ്യമാകും. അതേത് പദ്ധതിയാണ്? അത് കൊണ്ടുവരുന്ന ആ പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതാണ് സ്റ്റേറ്റ് പോർട്ടൽ. ഓക്കെ, സ്റ്റേറ്റ് പോർട്ടൽ നോക്കി വയ്ക്കാം. അതിനുശേഷം ചേരുംപടി ചേർക്കുക. ഓക്കെ, അടുത്തത് 24ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. അതാണ് യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വനം വരുന്നുണ്ട്, സൈബർ നിയമം വരുന്നുണ്ട്, സെൻസസ് വരുന്നുണ്ട്, ജയിൽ വരുന്നുണ്ട്. സെൻസസ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. അല്ല, എന്താണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് സെൻസസ്. ഓക്കെ അല്ലേ? പിന്നെ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം ഒക്കെ വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം അധികാരമുള്ള ഒരു മേഖലയാണ് സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് കൃഷി, പോലീസ്, തദ്ദേശ സ്വയംഭരണം, ജയിലൊക്കെ വരും. അപ്പോൾ അതാ ഇവിടെ ജയിൽ കണ്ടോ, ജയിൽ സംസ്ഥാന ലിസ്റ്റിൽ വരും. അങ്ങനെയാണെങ്കിൽ കൺകറന്റ് ലിസ്റ്റ് അഥവാ സമവർത്തി ലിസ്റ്റ് എന്താണ്? സമവർത്തി ലിസ്റ്റ് ഏതിലാണ്? എന്താണ് സംഭവം? കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും നിയമനിർമ്മാണാധികാരമുണ്ട്. നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം, ഭേദഗതി ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ അധികാരമുള്ള മേഖല, അതാണ് യൂണിയൻ സംസ്ഥാന ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ കറണ്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സമവർത്തി ലിസ്റ്റാണ്. അതിൽ വരുന്നത് 2 പേർക്കും നിയമനിർമ്മാണ അധികാരമുണ്ട്. ഓക്കെ അല്ലേ? അതിലാണ് വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ, അതൊക്കെ വരും. അപ്പോൾ ദാ നോക്കിക്കേ, വനമുണ്ട് അല്ലേ? വനം. അവശിഷ്ടാധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അവശിഷ്ടാധികാരം എന്ന് പറഞ്ഞാൽ റെസിഡ്വറി പവേഴ്സ് ആണ്. റെസിഡ്വറി പവേഴ്സ് മേൽ പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് പറയുന്നത്.
അതിലാണ് ഈ സൈബർ നിയമം വരുന്നത്. സൈബർ നിയമം മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ അത് തന്നെ പഠിച്ചു വെച്ചോ, സൈബർ നിയമം. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ സെൻസസ് വരുന്നു, സംസ്ഥാന ലിസ്റ്റിൽ എന്ത് വരുന്നു? ജയിൽ വരുന്നു, കൺകറൻറ്റിൽ വനം, അവശിഷ്ടത്തിൽ സൈബർ നിയമം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 1 സി. അപ്പം തന്നെ 2 ഓപ്ഷൻ പോയി, സിയും ഡിയും അപ്പം തന്നെ പോയി. അപ്പോൾ എ ആണോ ബി ആണോ എന്ന് അറിയണം. അപ്പോൾ രണ്ടാമത്തത് 2 ഡി 3 എ, 3 എ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. കേട്ടല്ലോ. അടുത്തത് 25ാമത്തെ ചോദ്യം. 25ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന. ആദ്യമേ ചോദ്യം വായിക്കുമ്പോൾ തെറ്റെന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് ബാക്കി ഓപ്ഷൻ വായിക്കാൻ നിൽക്കുക. ഇല്ലെങ്കിൽ വെറുതെ ഒരു മാർക്കല്ല, 3-1 മാർക്ക് നെഗറ്റീവായി പോകും, തെറ്റ് വരും. ഓക്കെ അല്ലേ? ശരി, എന്താണ് പറഞ്ഞിട്ടുള്ളത്? 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. സി. ഇത് ചോദിച്ചിരിക്കുന്നത് ഇപ്പം മുന്നേ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ടെക്സ്റ്റ് ബുക്ക് നിന്നാണ് കേട്ടോ. ഇനി 25ാമത്തെ ചോദ്യം ഏതാണെന്ന് ചോദിച്ചാൽ ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്ന SCERT സ്റ്റാൻഡേർഡ് 9 സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ ആണല്ലോ, സോഴ്സ് കിട്ടിയല്ലോ. അതുപോലെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. 73, 74 ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. കറക്റ്റാണോ? കറക്റ്റാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 73. ഇപ്പം തന്നെ പഠിച്ചു വെക്കോ. 73, 74 ഭരണഘടനാ ഭേദഗതി. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1990-ലാണ്. ആണോ? അല്ല. എപ്പോഴാണ് വന്നത്? 1993 ഡിസംബർ 3 എന്നാണ്. 1993 ഡിസംബർ 3-നാണ് വന്നത്. അപ്പം അത് കിട്ടിയല്ലോ. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ 2 വരുന്നത് നോക്കിക്കേ. 2 വരുന്നുണ്ട്, ഇതിൽ 2 വരുന്നുണ്ട്, ഇതിൽ 2 വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ 3 ഓപ്ഷൻസിൽ നിന്ന് നോക്കിയാൽ മതി. അടുത്തത്, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യത്തെ കമ്മീഷണർ എന്ന് പറയുന്നത് സുകുമാർ സെൻ ആയിരുന്നു. സുകുമാർ സെൻ ആണ്, പക്ഷേ അത് കേരള സംസ്ഥാനമല്ല. പിന്നെന്താണ്? സുകുമാർ സെൻ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു. സുകുമാർ സെൻ ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. അപ്പം ഇന്ത്യയാണിത്. കേരളത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഇത് തെറ്റാണ്. അപ്പം 2ഉം 3ഉം വരുന്നത് വേറെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി അടുത്ത ഓപ്ഷൻ എന്താണ്? അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കുമല്ലോ. അടുത്ത ഓപ്ഷൻ, കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാൻ ആണ്. കറക്റ്റാണ്, എ ഷാജഹാൻ ആണ്. ഓക്കെ അല്ലേ? എ ഷാജഹാൻ പഠിച്ചു വെക്കണേ, കറണ്ട് അഫെയർ ആണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാൻ ആണ്. അടുത്തത്, കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഇതാണ്. എന്താണ് പാരിതോഷികം? 5000, 2000, 2500 ഈടാക്കുന്ന പിഴയുടെ 25 അല്ലെങ്കിൽ പരമാവധി 2500. സംസ്ഥാനത്ത് എവിടെയും പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് വലിച്ചെറിയുന്നവരെ കുറിച്ച് തെളിവ് സഹിതം നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പാരിതോഷികം ഉണ്ട്. അത് അയച്ചു കൊടുക്കേണ്ട വാട്സപ്പ് നമ്പർ ഉൾപ്പെടെ സർക്കാർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലോഞ്ചിങ്, വാട്സപ്പ് നമ്പറിൻ്റെ ലോഞ്ചിങ്, അതിൻ്റെ ഒരു പേരുണ്ട്, സ്വച്ഛതാ സേവാ ക്യാമ്പയിൻ. എന്താണ്? സ്വച്ഛതാ സേവാ ക്യാമ്പയിൻ. ഓക്കെ അല്ലേ? ഓക്കെ. മന്ത്രി MB രാജേഷാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇതിൽ പറയുന്നത് പിഴത്തുകയുടെ 25% പാരിതോഷികം എന്നാണ് പറയുന്നത്. ഈടാക്കുന്ന പിഴയുടെ 25%, ചിലപ്പോൾ 50%, 75%, 10% ഒക്കെ കൊടുക്കും ഓപ്ഷൻ ഇനിയുള്ള. അപ്പോൾ ആലോചിക്കുക, എത്ര ശതമാനമാണ്? 25%. ഉദ്ഘാടനം ചെയ്തത് MB രാജേഷാണ്. സ്വച്ഛതാ സേവാ ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് വലിച്ചെറിയുന്നവരെ കണ്ടുപിടിച്ച് വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുക്കാനുള്ള ലോഞ്ചിങ് ക്യാമ്പയിനാണ് സ്വച്ഛതാ സേവാ ക്യാമ്പയിൻ. ഓക്കെ അല്ലേ? അടുത്തത്, ദരിദ്രരിൽ ദരിദ്രനായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യസാധനങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. അത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബുക്കിൽ. അതിനകത്ത് കുറേ പദ്ധതികൾ, പരിപാടികൾ കൊടുത്തിട്ടുണ്ട്. അതിൽ അന്ത്യോദയ അന്ന യോജന എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് 35 കിലോ അരിയും ഗോതമ്പും
അത് വളരെ തുച്ഛമായ വിലയ്ക്ക് കൊടുക്കും. 35 കിലോ അരി 3 രൂപയ്ക്കും ഗോതമ്പ് 2 രൂപയ്ക്കും മാസം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ താഴെ തട്ടിലുള്ളവർക്കാണ് ഇത് കൊടുക്കുന്നത്. അതാണ് അന്ത്യോദയ അന്നയോജന. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് 1946 ഇതിനുള്ള നിർദ്ദേശം നൽകിയത് CP രാമസ്വാമി അയ്യരാണ്. ഇതിനുള്ള ഉത്തരവിറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ്. 1946 വരെ വ്യവസായ വകുപ്പിന്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. എന്താണ് പെട്ടെന്നൊരു ഇതല്ലേ? ഇത് സിമ്പിളാണ്. കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് 1946 ഇതിങ്ങനെ രൂപീകരിക്കണമെന്ന് ഒപ്പീനിയൻ പറഞ്ഞത്, ഈ ഒരു കോൺസെപ്റ്റ് നിർദ്ദേശിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ദിവാനായിരുന്നു, അന്നത്തെ CP രാമസ്വാമി അയ്യറായിരുന്നു. എന്നിട്ട് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇറക്കിയത് രാജാവായിരിക്കുമല്ലോ. പക്ഷെ ശ്രീമൂലം തിരുനാളല്ല, ചിത്തിര തിരുനാളാണ്. ഓക്കെ, ശ്രീ ചിത്തിര തിരുനാൾ രാജാവാണ്. ചിത്തിര തിരുനാൾ. ഓക്കെ അല്ലേ? അപ്പം അത് കിട്ടിയല്ലോ. ശ്രീമൂലമല്ല, ശ്രീ ചിത്തിര തിരുനാളാണ്. 1946 വരെ വ്യവസായ വകുപ്പിന്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. 1946 ആയപ്പോൾ ശ്രീ ചിത്തിര തിരുനാൾ പുതിയൊരു ഓർഡർ രൂപീകരിച്ചു, തൊഴിൽ വകുപ്പ്. അതിന് നിർദ്ദേശം കൊടുത്തത് CP രാമസ്വാമി അയ്യരാണ്. ഓക്കെ അല്ലേ? അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. ആലോചിക്കണം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇതുണ്ട്. രാജ്യസഭയെക്കുറിച്ചും ലോകസഭയെക്കുറിച്ചും ഒക്കെ ഉണ്ട് അല്ലേ? അതെ, ഉണ്ട്. അടുത്തത്, രാജ്യസഭ പാർലമെന്റിന്റെ അധോമണ്ഡലമാണ്. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ്. എല്ലാം പൊട്ടത്തെറ്റാണ്. ഓക്കെ, എല്ലാം തെറ്റാണ്. അപ്പോൾ ഇവിടെ എല്ലാം തെറ്റെന്നുള്ള ഉത്തരമുണ്ടോ? എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഇതാണ് വരുന്നത് ഉത്തരമായിട്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ശരി എന്ന് പറയുന്നത്? എന്താണ് ശരി? എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ രാജ്യസഭയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. അപ്പം അധോസഭയാണോ? അല്ല, ഉപരിസഭ. അടുത്തത്, ജനസംഖ്യ ആനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ്. അപ്പം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമല്ല, ജനസംഖ്യാനുപാതികമായി ആണ് ഉള്ളത്. ഓക്കെ അല്ലേ? തുല്യമായ പ്രാതിനിധ്യമല്ല. അതിനുശേഷം എന്താ പറയുന്നത്? രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 25 ഇല്ല, 35 വയസ്സാണ്. ഓക്കെ അല്ലേ? എല്ലാ പ്രസ്താവനകളും പിന്നെ ഇത് രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണോ? അല്ല, രാജ്യസഭ എന്ന് പറഞ്ഞാൽ സ്ഥിരം സഭയാണ്. കാലാവധി അങ്ങനെയൊന്നുമില്ല, സ്ഥിരം സഭയാണ്. അങ്ങനെയാണെങ്കിൽ 6 വർഷം കാലാവധി എന്തോന്നാണ്? രാജ്യസഭ അതിലുള്ള സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. അംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷം. ഓക്കെ അല്ലേ? അടുത്തത്, MGNREGA പൂർണ്ണരൂപം എന്താണ്? അത് പഠിച്ചു വെക്കുക. MG എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി, അത് കഴിഞ്ഞിട്ട് N എന്ന് പറയുമ്പോൾ നാഷണൽ, പിന്നെ R എന്ന് പറയുമ്പോൾ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. മഹാത്മാഗാന്ധി നാച്ചുറലൊക്കെ അപ്പം തന്നെ വെട്ടിപ്പോവുക. നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ആണ് കേട്ടോ. ഗ്യാരണ്ടി ആക്ട് ആണ് നമ്മുടെ MGNREGA എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ.